ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ തൃത്താല വെള്ളിയാങ്കല്ല് തടയണയിലെ വെള്ളത്തിൽ അഴുക്കുപാട കിട്ടുന്നത് ആശങ്ക ജനിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് മലിനമാവുന്നത്. പുഴയിലേക്കുള്ള മാലിന്യം തള്ളൽ വലിയ തോതിലാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ തൃത്താല ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് തടയണയിലെ വെള്ളത്തിൽ അഴുക്കുപാട കെട്ടിയ നിലയിൽ കണ്ടെത്തിയതോടെ വലിയ ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. ഒപ്പം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തടയണയുടെ ഷട്ടറുകൾക്ക് താഴെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. തടയണയിലെ മാലിന്യ നിക്ഷേപം കൂടി വരുന്നതിന്റെ സൂചനയാണ് വേനൽ പകുതിയാവുമ്പോഴേക്കുമുള്ള അഴുക്കുപാട കെട്ടൽ. മഞ്ഞ നിറത്തിൽ എണ്ണമയമുള്ള പാടയാണ് ജലസംഭരണിയിൽ പല ഭാഗങ്ങളിലായി കാണുന്നത്. തടയണയുടെ ഷട്ടറുകൾക്ക് താഴെ ഇരുണ്ട നിറത്തിലും അഴുക്കുപാട കെട്ടിയിട്ടുണ്ട്. ജലനിരപ്പ് താഴുന്നതോടെ വെള്ളത്തിന് ചില ഭാഗങ്ങളിൽ നിറവ്യത്യാസവും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഇളം നീലമാറി ഇരുണ്ട നിറമാണ് ഇപ്പോൾ ഉള്ളത്. പട്ടാമ്പി, തൃത്താല നഗരങ്ങളിലെ മാലിന്യങ്ങൾ ഭൂരിഭാഗവും ഇപ്പോൾ പുഴയിലേക്കാണ് എത്തുന്നത്. മഴ പെയ്താൽ വൃഷ്ടിപ്രദേശങ്ങളിലെ മാലിന്യങ്ങളെല്ലാം വന്നടിയുന്നതും തടയണയിലേക്കാണ്. വേനലിൽ ജലസംഭരണത്തിനായി അടച്ച ഷട്ടറുകൾ ഉയർത്താത്തതിനാൽ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളെല്ലാം കുന്നുകൂടുന്നതും വെള്ളിയാങ്കല്ലിലാണ്. നിലവിൽ ഭാരതപ്പുഴയിലെ വെള്ളത്തിന്റെ ഗുണനിലവാര പഠനങ്ങളൊന്നും കാര്യക്ഷമമായി നടക്കാത്ത സ്ഥിതിയുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പഠനങ്ങളിൽ പുഴവെള്ളത്തിൽ ആരോഗ്യത്തിന് ഹാനികരമായ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വെള്ളിയാങ്കല്ലിൽ തീരപാതയോരങ്ങളിലെല്ലാം മാലിന്യം തള്ളലും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിന് ശേഷം മംഗലം റോഡിനോട് ചേർന്നുള്ള പുഴയുടെ തീരങ്ങളിലാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത്.